എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുക ചോദിക്കും, ഉച്ചിഹ ക്ലാനിനോടുള്ള ദേഷ്യം അതിനല്ലേ, അതുകൊണ്ടല്ലേ നീ ഇതെല്ലാം ചെയ്തത്? സോ നിന്റെ ലക്ഷ്യം അത് ഞാനായിരുന്നു അല്ലേ? അതിനവള് പറയും, അതെ, നീ തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ നീ മാത്രമല്ല, ആ ലീഫ് വില്ലേജിനെയും തകർത്തില്ലാതാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴേക്കും നീ ഞങ്ങളെ തേടി ബാംബു വില്ലേജിലേക്ക് എത്തി. പക്ഷെ ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ട് സാസുക ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് അവനെ നൊവാക്കിയും ആ കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് അറ്റാക്ക് ചെയ്ത കാര്യം അവൻ ഓർക്കും. ആക്ച്വലി അവിടെ വെച്ച് തന്നെ സാസുകയ്ക്ക് അവരുടെ മേലെ ഡൗട്ട് ഉണ്ടായിരുന്നു. കട്ട് ചെയ്താ ഇപ്പൊ സാസുക അവൻ ആ കുഞ്ഞിപ്പെണ്ണിനോട് ചോദിക്കും, സോ നിനക്കിപ്പോ എന്നെ കൊല്ലണം എന്ന ആഗ്രഹമുണ്ടോ? അതിനവള് പറയും, അതെ, എന്റെ ക്ലാനില് ഇപ്പൊ ഞാൻ മാത്രമേ ജീവനോട് കൂടെ ഉള്ളൂ. ഉച്ച ക്ലാനില് നീയും, ഇനി നമ്മൾ രണ്ടുപേരില് ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ. അവള് കത്തിയെടുത്ത് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അതിന് സാസുക പറയും, എന്നെ കൊണ്ട് വയ്യ, ഫൈറ്റ് ചെയ്യാനൊന്നും ഞാനില്ല. പക്ഷെ അവൾ ആ കത്തിയെടുത്ത് അവളുടെ കയ്യിൽ തന്നെ ഇപ്പൊ ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി അവൾ ഫുൾ പവറില് സാസുകയെ നോക്കി നിൽക്കുകയാണ്. സാസുകയ്ക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല, ഇവൾ എന്തായി ചെയ്യണേ? ഷോക്കായി ഇപ്പൊ അവളെ തന്നെ നോക്കി നിൽക്കും. ഉടനെ അവള് ചിരിക്കും. അവള് പറയും, ഞങ്ങളുടെ ക്ലാനിലുള്ളവര് ഈ ബ്ലഡ് വെച്ചാണ് എല്ലാം ചെയ്യുക. എനിക്കൊരു കാര്യം അറിയോ, ഈ വെള്ളത്തില് അയൺ പവർ ഉണ്ട്, അതുപയോഗിച്ച് എനിക്ക് എന്റെ പവർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞ് അവളുടെ പവർ പുറത്തെടുക്കും. ചുവന്ന കണ്ണുകൊണ്ട് അവൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത ആ ഒരു ബ്ലഡും വെള്ളവും എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ സാസുകയെ അച്ചറം പൊച്ചറം അവൾ അറ്റാക്ക് ചെയ്യും. പക്ഷെ സാസുകയാണെങ്കിൽ ഓരോ സൈഡിലേക്ക് ഓടി രക്ഷപ്പെടും. സാസുകയാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് അവന്റെ ലൈറ്റ്നിങ് പവർ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവൾ ക്രിയേറ്റ് ചെയ്ത വാട്ടർ ഡ്രാഗണെ അങ്ങനെ വെട്ടി വീശാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. അവൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ അവൾ വീണ്ടും ചാടി സാസുകയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവളുടെ ബ്ലഡ് ഉപയോഗിച്ച് അവനെ ഒരു ഗെഞ്ചിപ്സൂലേക്ക് കൊണ്ടുപോകും. ഗെഞ്ചിപ്സൂല് പെട്ടുപോയ സാസുക അവൻ കാണും. അവൻ തന്നെ ഒരു കത്തിയെടുത്ത് അവന്റെ വയറ്റിൽ ആഞ്ഞു കുത്തുന്നതായിട്ട്. സെക്കൻഡുകൾ വെച്ച് അവനൊരു ഹ്യൂമൻ ബോംബായി അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവള് കൈയൊക്കെ അടിച്ച് തുള്ളിച്ചാടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവളുടെ തൊട്ടു പുറകില് റെനീങ്കം കണ്ണുമായി പക്ഷാൽ സാസുക അവനങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി സാസുകയാണ് എന്റെ ഗെഞ്ചിപ്സൂല് അവളെ ലോക്ക് ചെയ്തത്. അവള് സാസുകയോട് പറയും, ഓ, അപ്പൊ വീണ്ടും നീ നിന്റെ കണ്ണുകൾ ഉപയോഗിച്ച് എന്നെ പറ്റിച്ചല്ലേ? നീ ആക്ച്വലി ആ ഹിഡൻ ലീഫ് വില്ലേജിലല്ലേ ജനിച്ചതും വളർന്നതും എല്ലാം? ചെറുപ്പം മുതലേ നിന്റെ അച്ഛനും അമ്മയ്ക്കും ബ്രദറിനും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് അവരെയൊക്കെ നഷ്ടമായി. എങ്കിലും നിന്നെ സ്നേഹിക്കാൻ നിന്നോടൊപ്പം വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് സാക്കുരയെയും നറൂട്ടോയെ ആലോചിക്കും. അതിനുശേഷം നീ ആ ലീഫ് വില്ലേജ് ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഒരാൾ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സാസുക അവന് മനസ്സിലാവും അവള് പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, അത് സാക്ഷാൽ നറൂട്ടോയെ കുറിച്ചാണെന്ന്. അവള് ഫുൾ കലിപ്പില് ഇപ്പൊ അവനോട് ചോദിക്കും, നിന്നെ പോലെ എനിക്കാരും ഉണ്ടായിരുന്നില്ല. നീ ഓൾറെഡി നിന്റെ ലീഫ് വില്ലേജ് ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും നീ ആ ലീഫ് വില്ലേജിന് വേണ്ടി ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നേ? മാത്രമല്ല നിന്റെ ക്ലാൻ അതുപോലെ തകർത്തത് ആ ലീഫ് വില്ലേജിലെ ആൾക്കാരാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും നീ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യാണോ? അപ്പോഴായിരിക്കും സാസുക പറയാ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരേ ഒരു കാരണം ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ്. എന്നെ ലീഫ് വില്ലേജിലേക്ക് അടുപ്പിക്കുന്ന ഒരു ബോണ്ടുണ്ട്, അതാണ് നറൂട്ടോ. ഞാനും അവനും വലിയൊരു ചേഞ്ച് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. സോ എന്ത് വില കൊടുത്തും ഞാൻ ലീഫ് വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്കിനി ജീവിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് അവൾ ആ കത്തിയെടുത്ത് സാസുയ്ക്ക് നേരെ നീട്ടും. ഇതുപയോഗിച്ച് നിന്റെ കൈകൊണ്ട് തന്നെ എന്നെ വെട്ടിക്കൊല്ല്. അപ്പോഴായിരിക്കും ഫൂഷിൻ നോ എന്ന് നിലവിളിച്ച് അവിടേക്ക് ഓടി വരിക. ഉടനെ ഫൂഷിൻ അവനിപ്പോ അവളുടെ മുൻപിൽ വന്ന് നിൽക്കും. സാസുക പറയും, ഇത്രയും കാലവും എന്റെ വേദന അത് പങ്കിടാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് കേട്ട് കുഞ്ഞിപ്പെണ്ണ് അവളിപ്പോ ഫൂഷിനെ നോക്കും. അവൾക്കും ഒരാളുണ്ട്, അവളെ സ്നേഹിക്കാനും അവളുടെ കൂടെ നിൽക്കാനും, സാക്ഷാൽ ഫൂഷിൻ. ഫൂഷിൻ ഇപ്പോ സാസുകയുടെ അടുത്തേക്ക് വരും. താങ്ക് യു സോ മച്ച്. നീയാണ് എന്നിൽ ഇത്രയും വലിയ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. വില്ലേജില് സാക്കുറയും ഹിനട്ടയും ചേർന്ന് ഓരോരുത്തരായിട്ട് ഹീൽ ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത
ഷീനോയെയും ഫൂഷിനെയും അവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അവരുടെ അടുത്തേക്ക് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ വരും. കാക്കാഷി പറയും, നിങ്ങളെ രണ്ടുപേരെയും മിസ്റ്റ് വില്ലേജിലേക്ക് കൊണ്ടുപോവാണ്. ഇനി ഒരിക്കലും ഒരു നെഗറ്റിവിറ്റിയും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആർക്കും പരസ്പരം ശത്രുതയോ വെറുപ്പോ ഇവിടെ വെച്ചു പുലർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഉടനെ മിസ് ഗാഗ അവളിപ്പോ അവരുടെ അടുത്തേക്ക് നടന്നു വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുക അവരിപ്പോ വീണ്ടും ആ ബാറ്റിൽ ഫീൽഡ് നോക്കി എത്തിക്കഴിഞ്ഞു. ആക്ച്വലി ചീനോ പറഞ്ഞ വാക്ക് അത് സംരക്ഷിക്കാനാണ് ഇപ്പൊ സാസുക അവിടേക്ക് എത്തിയിരിക്കുന്നത്. ആ ബാറ്റിൽ ജയിച്ച് അവിടെയുള്ളവരെ എല്ലാവരെയും മോചിപ്പിക്കാനാണ് സാസുകയുടെ ശ്രമം. ഉടനെ സാസുക അവൻ നിലവിളിച്ചു പറയും, എല്ലാ ചലഞ്ചും ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിലൂടെ എല്ലാവരെയും മോചിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ആർക്കാണ് എന്റെ ഉച്ചയാ കണ്ണ് ആവശ്യം അവർക്ക് ധൈര്യമായിട്ട് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. കട്ട് ചെയ്ത ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണ് അവൾ ഷോക്കായിട്ട് പറയും, അവിടെയുള്ളവരെല്ലാവരും കക്കൈ ഗംഗൈ പവർ ഉള്ളവരാണ്. അവരത്ര പെട്ടെന്നൊന്നും സാസുകയെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് നറൂട്ടോ അവൻ ക്യാഷ്വലായിട്ട് പറയും, നിനക്ക് ഞങ്ങളുടെ സാസുകയെ കുറിച്ച് എന്തറിയാം? അവന്റെ പവറിന് മുൻപിൽ ആരെ കൊണ്ടും ബീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ഇത്തവണ സാസുക അവന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവന്റെ കൂടെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എന്റെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണിന് അവൾക്ക് മനസ്സിലാവും ഇവനാണ് നറൂട്ടോ എന്ന്. നറൂട്ടോ അവളെ നോക്കി ചിരിക്കും, അതെ ഞാൻ തന്നെയാണ് സാക്ഷാൽ നറൂട്ടോ. കട്ട് ചെയ്താ ഇവിടെ സാസുക അവൻ മിനിറ്റുകൾ വെച്ച് അവിടെയുള്ള എല്ലാവരെയും തല്ലി തെറിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഉടനെ ഒരു വലിയ അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങി കേൾക്കും. എല്ലാ ഷിനോബികളെയും സാസുക ഒറ്റയ്ക്ക് അട്ടിച്ച് തോൽപ്പിച്ചിരിക്കുകയാണ്. സോ അവരെ മുഴുവൻ ഇപ്പൊ സാസുകയ്ക്ക് സ്വന്തമാക്കാം. അപ്പൊ അതിലൊരു ഷിനോബി സാസുകയോട് ചോദിക്കും, ഞങ്ങളിനി എന്താ ചെയ്യണ്ടേ? അപ്പൊ സാസുക പറയും, ഹിഡൻ ക്ലൗൺ വില്ലേജ് ഇവിടേക്ക് വരുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും അവരെ ഏറ്റെടുക്കും. സാസുക അത് പറയേണ്ട താമസം നമ്മുടെ റെയ്ക്കാഗയും ടീമും അവരവിടേക്ക് എത്തിക്കഴിഞ്ഞു. റെയ്ക്കാഗ നിലവിളിച്ചു പറയും, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ എല്ലാവരെയും ക്ലൗഡ് വില്ലേജ് ഏറ്റെടുക്കാൻ പോവാണ്. മാത്രമല്ല ഇല്ലീഗലായി ആരൊക്കെ ഇവിടെ ഗാംബ്ലിംഗ് ചെയ്യുന്നോ അവർക്ക് നല്ല പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അടുത്ത സെക്കൻഡ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ ചറപറ ഓടാൻ തുടങ്ങും. പക്ഷെ ഒരു ഡോർ തുറക്കുമ്പോഴേക്കും ഹിഡൻ ക്ലൗൺ വില്ലേജിലെ ഷിനോബികളെല്ലാം ചേർന്ന് അങ്ങനെ അവരെ റൗണ്ട് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് പിടിക്കും. റെയ്ക്കാഗ ഇപ്പോ സാസുകയുടെ അടുത്തേക്ക് വരും. ഉടനെ സാസുക, താങ്ക് യു വെരി മച്ച്, നിങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ടാണ് എല്ലാവരെയും നമുക്ക് പിടിക്കാനായിട്ട് കഴിഞ്ഞത്. അതിന് റെയ്ക്കാഗ പറയും, ഞാനല്ല, 6th ഹൊക്കാഗെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തത്. നിന്നെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സാക്ഷാൽ നറൂട്ടോയെയാണ്. കുറെ കാലങ്ങൾക്ക് മുൻപ് നിനക്ക് വേണ്ടി അവൻ്റെ കാലിൽ വീണ് കെഞ്ചിയിരുന്നു. നീ എൻ്റെ അനിയനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഡാസോയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ലെറ്റർ ലഭിച്ചു. അതിൽ നീ ഒരു റോക്ക് നിഞ്ചയാണെന്നും നിന്നെ കൊല്ലണം എന്നുമായിരുന്നു അവൻ എഴുതിയിരുന്നത്. ആ സമയത്താണ് നറൂട്ടോ എന്നെ വന്ന് കണ്ടതും നിനക്ക് വേണ്ടി എൻ്റെ കാല് പിടിച്ചതും. ഇനിയെങ്കിലും മുകളിലേക്കൊന്നും പോവാതെ സമാധാനമായിട്ട് ജീവിക്ക്. കട്ട് ചെയ്ത ഒറോച്ചിമാറും വൈശ്വര്യവും അവർ രണ്ടുപേരും എന്തൊക്കെയോ കാര്യമായിട്ട് പരസ്പരം സംസാരിക്കുകയാണ്. വൈശ്വര്യ ഉടനെ അവന്റെ കണ്ണ് അത് റെഡാക്കി കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഇവനും ആ ചിനോക്കി ക്ലാനിലെ ഒരു മെമ്പറാണ്. ഇവനാണ് അവന്റെ ക്ലാനിലുള്ള എല്ലാവരെയും കൊന്നു തള്ളിയത്. ഹിറ്റാച്ചി അവന്റെ ക്ലാനിലുള്ള എല്ലാവരെയും നശിപ്പിച്ചതുപോലെ ഇവന്റെ ക്ലാനിലുള്ള എല്ലാവരെയും നശിപ്പിച്ചു. ആക്ച്വലി ആ കുഞ്ഞു പെണ്ണ് ചീനോ അവൾ എൻ്റെ മകളാണ്. അതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ പ്ലാൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അവളെ ഞാൻ സാസുകയുടെ അടുത്തേക്ക് എത്തിച്ചത്. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. അവിടെ നറൂട്ടോയും സാക്കുറയും അവരാണെങ്കിൽ ഒരുപാട് സമാധാനത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ്. നറൂട്ടോ പറയും, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ആശ്വാസമായത്. സാസുക പുറത്താണെങ്കിലും അവൻ എല്ലാവർക്കും വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ സാക്കുറ അവളിപ്പോ സാസുകയെ കുറിച്ച് ആലോചിക്കും. സാസുക എനിക്ക് വാക്ക് തന്നിരുന്നു അവന്റെ തെറ്റുകളൊക്കെ തിരുത്തി അവൻ എൻ്റെ അടുത്തേക്ക് തിരികെ എത്തുമെന്ന്. അവനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ നാണം കൊണ്ട് കളമൊക്കെ വരയ്ക്കും. എന്നിട്ട് അടുത്ത സെക്കൻഡ് ഇപ്പൊ നറൂട്ടോ ഇടിച്ചു തെറിപ്പിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സാസുകയോട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ ഇതുപോലെ ഇടിച്ചു നിന്നെ ഞാൻ സൂപ്പാക്കും. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോയുടെ ഒരു ലെറ്റർ അത് സാസുകയുടെ അടുത്തേക്ക് പറന്നു വരും. അതിൽ നറൂട്ടോ, സാസുക നീയാണ് ഒരു 1 മാൻ ലീഫ് പോലീസ് ഓഫീസർ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് വായിക്കുമ്പോൾ തന്നെ അവന് ഹിറ്റാച്ചി ഓർമ്മ വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഹാപ്പിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.